അപ്പോൾ ഗൈസ് എന്ത് കഥ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു നല്ലൊരു ചാനൽ വളർത്തിയെടുക്കണം ഒരാഗ്രഹം കൂടി ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, വീഡിയോ ചെയ്തിട്ട് ഇടാന്നുള്ളത്. മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറച്ചായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. അതേപോലെ ഇനിയും പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതൊന്നും വിഷയമല്ല, നോ പ്രോബ്ലം. പിന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് വീഡിയോ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആംസിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ. അതായത് ആംസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ബൈസെപ്സും ഈ ഒരു ആംസിൻ്റെ ബാക്കായ ട്രൈസെപ്സും ആണ് വർക്കൗട്ട് ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി ആംസിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബൈസെപ്സിനും ട്രൈസെപ്സിനും ഒരു സിംഗിൾ ഡേ ആണ് കൊടുക്കൽ. അത് തേഴ്സ്ഡേ ആണ് കൊടുക്കൽ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയി. ഒരു ദിവസം ഞാൻ ജിമ്മ് ലീവാക്കി, അതുകൊണ്ട് ഒരു ദിവസം ലാഗായി. അപ്പോൾ ഇന്ന് ആംസിനാണ് എൻ്റെ വർക്കൗട്ട്. അപ്പോൾ ആംസിന് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ആംസിന് ഇഷ്ടം പോലെ വർക്കൗട്ട് ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബാർ വെച്ചിട്ട്, ഡംബൽ വെച്ചിട്ട്, മെഷീൻ, കേബിൾസ് വെച്ചിട്ട് കുറേ വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആംസ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു 4 വർക്കൗട്ട് ബൈസെപ്സിനും 4 വർക്കൗട്ട് ട്രൈസെപ്സിനും ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്യൽ. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യൽ. ഒരു സൂപ്പർ സെറ്റ് ആംസിന് കൊടുക്കും, ബൈസെപ്സിന് കൊടുക്കും. അടുത്തൊരു സൂപ്പർ സെറ്റ് ട്രൈസെപ്സിന് കൊടുക്കും. പിന്നെ നോർമൽ വർക്കൗട്ട് ഒരു 3 ഗെയിം ബൈസെപ്സിനും 3 ഗെയിം ട്രൈസെപ്സിനും കൊടുക്കും. ഇന്ന് നമുക്ക് ആ 4 പകരം നമുക്കൊരു അത്യാവശ്യം ഒരു 6 ബൈസെപ്സിനും 6 ട്രൈസെപ്സിനും എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, പക്ഷേ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി ആണ് ഇത് ചെയ്യുന്നത്. നമുക്കൊരു 4 വർക്കൗട്ട് മതിയാവും. ബൈസെപ്സിന് 4 വർക്കൗട്ടും ട്രൈസെപ്സിന് 4 വർക്കൗട്ടും മതിയാവും. നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ട് നമ്മളെ ബൈസെപ്സ് കൂടുതൽ ഗ്രോ ചെയ്യുന്നല്ല അതിനർത്ഥം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ വർക്കൗട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ ഏകദേശം ടൈം 12:30-12:45 കുഞ്ഞിപ്പെണ്ണ് സെറ്റിലായി. ചേച്ചി ഉണ്ട് അവളുടെ കൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മണി 1:15 ആകുമ്പോൾ ജിമ്മിലോട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനിലല്ല. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ തിരക്ക് കുറവായിരിക്കും, ജുമാൻ്റെ ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്കെന്നാൽ തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ ആദ്യം ജിമ്മിന് പോകുമ്പോൾ, അതായത് പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടല്ലോ, അത് എന്താ കഴിക്കുന്നതെന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് വീഡിയോ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റിംഗ് സെഷൻ, നോർമൽ നമ്മളെ റൊട്ടീൻ തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ തുടങ്ങിയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ പ്രീ വർക്കൗട്ട് മീൽ സെറ്റ് ചെയ്യാം. ഇതിന് ഞാൻ അന്ന് കാണിച്ച പോലെ തന്നെ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ഹോൾ ഗ്രെയിൻ, കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എനർജി കിട്ടുന്ന ഒരു സാധനമാണ്. അതിൽ അയണും കാൽഷ്യവും ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ട് നമുക്കൊരു പ്രീ വർക്കൗട്ട് മീലായിട്ട് ഇത് കുറച്ചെടുക്കാം. ഓക്കെ, അതുപോലെ ഓട്സ് ഉണ്ട്. ഓട്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഓട്സിൻ്റെ ആവശ്യമില്ല. ഇതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അത് സോക്ക് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല ക്രിസ്പിയാണ് കേട്ടോ. പ്ലസ് ഒരു ബനാന, പിന്നെ നമ്മളെ ക്രിയാറ്റിനും, ഓണിൻ്റെ ക്രിയാറ്റിനാണ്. ഇതൊരു 5 ഗ്രാം സെറ്റ് ചെയ്യാം. വർക്കൗട്ടിന് മുന്നേ ഞാൻ ക്രിയാറ്റിൻ എടുക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്യാവശ്യം നമുക്ക് നല്ല എനർജിയും അതേപോലെ എല്ലാം സെറ്റാവും. ഫിനിഷായി, ഇനി പുതിയത് വാങ്ങണം. കാലിയായി. ഇതിൻ്റെ
സ്പൂണ് കളയരുത് കേട്ടോ. കാരണം ചില ക്രിയേറ്റിന് മേടിച്ച് കഴിഞ്ഞാൽ സ്പൂണുള്ളിൽ ഉണ്ടാവില്ല. അപ്പം നമുക്കിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും. പിന്നെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അത് സെറ്റായി. കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ 5 mg ക്രിയേറ്റിൻ, പിന്നെ ഒരു ഓട്സ് മീല്, പിന്നെ ഒരു നേന്ത്രപ്പഴം. അപ്പോൾ ഇതാണ് പ്രീ വർക്കൗട്ട് മീൽ. ഇത് കഴിക്കുക, സെറ്റാക്കുക, പോവുക, അടിക്കാം. ഓക്കെ, ഫുൾ പമ്പിലടിക്കാം. ഒരു 1.5 മണിക്കൂർ ബൈസെപ്സിനും ട്രൈസെപ്സിനും തകർക്കാം. അപ്പോൾ ഒരു ബാക്കി ജിമ്മിൽ നിന്ന് ഉണ്ടല്ലോ. ഓക്കെ, ബൈ. യമ്മിയാ? ഇഷ്ടമായിനോ? ഇഷ്ടപ്പെട്ടാ? യമ്മിയാ? എന്നാൽ കുറച്ചും കൂടെ അച്ഛ തരാം. ഓക്കെ, യമ്മിയാ? യമ്മി. അതല്ല, ഇത് അതെടുക്കണ്ട, അത് അച്ഛൻ്റെ. ഇത് വേണോ? ഏതാ വേണ്ടേ? ആ, ബേബീൻ്റെ സ്പൂണാ? ഓക്കെ. യമ്മി. ഹൈ ഫൈവ്. ഓക്കെ, എൻ്റെ പ്രീ വർക്കൗട്ട് മീലെല്ലാം പെണ്ണടിച്ച് കയറ്റി. ബ്രൊക്കോലി ഇല്ലേ? ബ്രൊക്കോലി രാത്രി. ഓക്കെ, രാത്രി. ബനാന മാത്രമേ ഉള്ളൂ. ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് വയ്യു. ഐ ലവ് യു എന്ന് പറ. ആ, ഓക്കെ. അച്ഛൻ ജിമ്മിനെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ കുഞ്ഞിപ്പെണ്ണ് ചോറെല്ലാം കഴിക്കുമോ? ആ, മതി മോളൂ. ബാക്കി അച്ഛക്ക് തിന്നിട്ട്. ഞമ്മി. അപ്പായി. ബനാന ആണോ? ബനാന? നോ ആ? ഓ ശരി. ഒരു ഹഗ്. ഹഗ്ഗാണ്, ഹഗ്. ചേച്ചി ഇവിടെ ഇരിക്കൂലേ? യമ്മിയാ? എടുക്കണോ? ടിഷ്യൂ കഴിഞ്ഞോ മോള്? ഓക്കെ, ഫിനിഷ് മതി. ഓക്കെ, ടാറ്റ പറഞ്ഞേ. അപ്പോൾ ഓക്കെ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാൽഭാഗം കൂടെ കഴിച്ചു. ഓക്കെ, ബൈ. മോൻ കഴിത്തരാ. നല്ല ഉമ്മ. ഒരു ഉമ്മ അച്ചക്കുമ്മ. ഓക്കെ, ബൈ. See you. I've got a problem. It's taking over me. I want your body, sweeter than ecstasy. I'll make you want me. I'll take you to your knees and touch my body. Ecstasy. I want your body. Ecstasy. I want your body. I want your body. Ecstasy. I want your body.
ഫ്രൈഡേ ആയതുകൊണ്ടാണ്. ആ അപ്പോൾ കഴിച്ച് നമ്മൾ ജിമ്മിലെത്തിയിട്ടാ. അപ്പോൾ ഇന്ന് ജിമ്മിൽ ആൾ നല്ല കുറവ്. ഇന്ന് ഫ്രൈഡേ അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ജുമ ആയതുകൊണ്ട് അത്യാവശ്യം റഷ് കുറവാണ്. അതുകൊണ്ട് വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കി വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. വെള്ളമുണ്ട്. പ്രോട്ടീൻ ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. പ്രോട്ടീന് എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് ഓടി ലൈറ്റായി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പ്രോട്ടീൻ കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിവിടെ എടുക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈസെപ്സിൻ്റെയും ട്രൈസെപ്സിൻ്റെയും വർക്കൗട്ടാണ് ആംസ് വർക്കൗട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷപ്പും പുള്ളപ്പും കുറച്ച് കൂടുതൽ എടുക്കാവുന്ന ബൈസെപ്സും ട്രൈസെപ്സും പമ്പാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ജോയിൻസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം. 10 നമ്പർ ബോത്ത് സൈഡ്സ്. നോർമൽ സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് എവിടെയും മസിൽസ് പിടിക്കാതിരിക്കാനും ജോയിൻറ്റ്സ് സ്ലിപ്പ് ആവാണ്ടിരിക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. ഇറ്റ്സ് ഈസ് വെരി നോർമൽ. നമ്മൾ ഒരിക്കലും സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ വാമപ്പോ ചെയ്യാണ്ടൊന്നും ഒരിക്കലും എക്സസൈസിലേക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കടന്നുകൂടാം. അത് മേ ബി നമുക്ക് ജിമ്മിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നീട് അത് ഇഷ്യൂ ആയിട്ട് മാറും. സോ സ്ട്രെച്ചിങ് അത്യാവശ്യം ചെയ്യാം. ഒരു 10 to 15 മിനിറ്റ്സ് സ്ട്രെച്ചിങ് മസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, 2, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമുക്ക് പുഷപ്പിലേക്ക് കിടന്നാലോ. ഇറ്റ്സ് നോർമൽ പുഷപ്സ് 3 സെറ്റ് 30 into 3. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷോൾഡർ വൈഡിൽ കൈ വെക്കാം, ബോഡി ഫുള്ള് താഴെ. ഓക്കെ, അതാണ് കറക്റ്റ് ഫോം. ലുക്ക് സ്ട്രൈറ്റ്. 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Last time. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതുപോലത്തെ 3 സെറ്റ് ട്രൈ ചെയ്യാം. 30 വെച്ചിട്ട് അല്ലെങ്കിൽ 10 വെച്ചിട്ടോ, ബിഗിനേഴ്സ് ആണെങ്കിൽ 5 വെച്ചിട്ടോ. ഓൾവേസ് ഡേ ബൈ ഡേ അതിൻ്റെ നമ്പേഴ്സ് കൂട്ടാൻ നോക്കാം. 5 വെച്ചിട്ടായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ 6 ട്രൈ ചെയ്യുക, നെക്സ്റ്റ് ഡേ 7 ട്രൈ ചെയ്യുക. പക്ഷേ കുറേ ആൾക്കാർ പുഷപ്സ് ഒന്നും അവരുടെ ഡെയിലി വർക്കൗട്ടിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഓവറോൾ ബോഡി വാം ആവാനും മൊത്തത്തിൽ ഒരു പമ്പായൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് പുഷപ്പും പുള്ളപ്സും എടുക്കുക. ഞാനിന്ന് പുള്ളപ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ഗ്രിപ്പിൽ ബൈസെപ്സിന് കുറച്ച് പമ്പാവുന്ന രീതിയിൽ പുള്ളപ്പാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് 3 സെറ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുള്ളപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്ലോസ് ഗ്രിപ്പ് പിടിക്കാം. ഓക്കെ, ക്ലോസ് ഗ്രിപ്പ്. എന്നിട്ട് ജസ്റ്റ് ഇത്ര അടിക്കാം. ബൈസെപ്സ് പമ്പാവുന്നവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ്. ഒരു 10 to 12 നമ്പേഴ്സ് 3 സെറ്റ്. ഓക്കെ,
അപ്പോൾ ഗൈസ് വാമപ്പ് സ്ട്രെച്ചിങ് കഴിഞ്ഞു. അത്യാവശ്യം എന്താ ബൈസെപ്സും ട്രൈസെപ്സും ഇപ്പോഴേ പമ്പായിട്ടുണ്ട്. വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പമ്പാവും. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ബൈസെപ്സ് ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ലെറ്റ്സ് ഡു എ ആം വർക്കൗട്ട്. ഇതാണ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സൈസ്. നോക്കിക്കോ. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബൈസെപ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ബൈസെപ്സിൽ ഡബ്ല്യു ബാറിൽ ഡ്രോപ്പ് സെറ്റ് അടിക്കാൻ പോകുന്നു. 3 സെറ്റ് ഡ്രോപ്പ് സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം കുറച്ച് ഹെവിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 8 നമ്പേഴ്സ്. പിന്നെ ഒരു പോയിൻ്റ് വെയിറ്റ് കുറച്ചിട്ട് 10 നമ്പേഴ്സ്. പിന്നെ ഒരു ലൈറ്റ് വെയിറ്റിൽ 12 നമ്പേഴ്സ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ടൈംസ്. ഓക്കെ, ഡ്രോപ്പ് സെറ്റാണ് അടിക്കുന്നത്. ഇപ്പോൾ വാച്ച് ചെയ്തോ. ഓക്കെ, ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. Four, 5, 6, 7, 8. Okay. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 60-ലാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് 50 സെക്കൻഡ് സെറ്റ് 50 10 നമ്പേഴ്സ് അടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, തേർഡ് സെറ്റ് ഗ്യാപ്പില്ല, കണ്ടിന്യൂസ് തന്നെ. വിൽ ഫിനിഷ് 3. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2. ഒരു സെറ്റ് ഫിനിഷായി. ആൻഡ് വിൽ ട്രൈ ടു ഇൻക്രീസ് ദ വെയിറ്റ്. ഓക്കെ, നമ്പേഴ്സിൽ കോംപ്രമൈസ് ഇല്ല. 8, 10, 12. either you increase the weight or decrease the weight. Okay. Three, 4, 5, 6, 7, 8, 9, 10. That's it. Let's go. Okay guys, അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെറ്റിലേക്ക് പോവാം. ലാസ്റ്റ് സെറ്റ് ഓഫ് ദ ഡബ്ല്യു ബാർ ബൈസെപ്സ്. ഓക്കെ,
Let's go. Okay, second set. Okay, let's go. Last set. Slowly അടിക്കാൻ നോക്കാം. Okay, let's go. 1, 2, 3, 4, 5, 6, 7. Guys, അപ്പോൾ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞു ബൈസെപ്സിൻ്റെ. പിന്നെ ട്രൈസെപ്സിൻ്റെ കേബിളിൽ we'll do triceps. We'll start with the drop set. Okay, 30 seconds rest. We'll start with cable for triceps. Let's go. Guys, നമ്മൾ ആശാന് ജലദോഷം പിടിച്ച് കണ്ണുകൊണ്ട് ഒഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വർക്കൗട്ടിലേക്ക് കിടക്കാം. ട്രൈസെപ്സ് കേബിൾ ഫുൾ ഡൗൺ. ഓക്കെ, നല്ല വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോപ്പ് സെറ്റ് അടിക്കാൻ പോകുന്നത്. ഓക്കെ, വിൽ ഗോ ഫോർ ഡ്രോപ്പ് സെറ്റ്. 8 നമ്പർ അടിക്കാം ഫസ്റ്റ് സെറ്റ്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ അല്ലേ? Last set. 12 numbers. We go for last set. Let's go. Let's go. Second set. Drop set ആണ്. സെക്കൻഡ് സെറ്റിലോട്ട് പോവാം. 5, 6, 7, 8. 1, 2, 3, 5, 6, 7, 8, 9, 10. Last set. 12 numbers. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2. Okay guys, last set.
ടയർഡായി. അപ്പോൾ നമ്മൾ ബൈസെപ്സിൻ്റെ സെക്കൻഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കുറച്ചൊരു ചെറിയൊരു വേരിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു കൈ നമ്മൾ ഹാഫിൽ പൊസിഷൻ ചെയ്തിട്ട് മറ്റേ കൈ നമ്മൾ ഫുൾ അടിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ ബൈസെപ്സിന് കൊടുക്കുന്നത്. വിൽ സ്റ്റാർട്ട് വിത്ത് നോർമൽ വെയിറ്റ്. ഐ ഷോ യു ദ ഫോം. ഓക്കെ, ലെറ്റ്സ് ഗോ. 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. Okay, the opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 more. 1, 2. ഇതാണ് ഫോം. നോർമൽ ബൈസെപ്സ് കേൾ തന്നെ, ഡംബൽ ബൈസെപ്സ് കേൾ. ഇതിൽ ചെറിയൊരു വേരിയേഷൻ എന്ന് പറയുന്നത് ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, ഷോൾഡർ ഡൗൺ ചെയ്യുക, ഒരു ഹാൻഡ് ഒരു ബൈസെപ്സ് ഹാഫിൽ പിടിക്കുക, 10 നമ്പേഴ്സ് അടിക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് 10 നമ്പേഴ്സ് അടിക്കുക. അങ്ങനെ 3 സെറ്റ്. ഓക്കെ, നോർമൽ വെയ്റ്റിൽ 7.5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7.5, 10, 12.5. ഓക്കെ, 3 സെറ്റ്. Another 10. ഓക്കെ, 10 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നോർമലി ബൈസെപ്സ് വർക്കൗട്ടിൽ കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ഞാൻ കാണിച്ചു തരാം. ഓൾവേസ് അതായത് ഷോൾഡർ അപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിക്കുക. പക്ഷെ അത് റോങ് ആണ്. നമ്മൾ ഷോൾഡർ ഡൗൺ ചെയ്യുക, ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, ഹെഡ് അപ്പ് ചെയ്യുക, ബൈസെപ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ഫോമിൽ അടിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അടിച്ചിട്ട് കാര്യമില്ല. സോ സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. We'll start with right hand. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. ഫോം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബോസ്, ചെയ്യോ. ഒരു സെറ്റും കൂടി ഉണ്ട്. നമുക്ക് 12.5 ചെയ്യാം ലാസ്റ്റ് സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. 30 സെക്കൻഡ്സ് റെസ്റ്റ്. തേർഡ് സെറ്റ് അടിക്കാം നമുക്ക്. ഓക്കെ, ഗോ ഫോർ തേർഡ് സെറ്റ്. 12.5 third set.
Let's go. One, two, ലാസ്റ്റ് റെപ്പ് കുറച്ച് കുഴപ്പി, നല്ല കുഴപ്പമില്ല. സെക്കൻഡ് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടിലേക്ക് കടക്കാം. ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ട്രൈസെപ്സ് നോർമൽ സെറ്റ്. വിൽ സ്റ്റാർട്ട് വിത്ത് 30 kg. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക സെക്കൻഡ് സെറ്റിൽ. ഓക്കെ, 15 നമ്പേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ 4 വർക്കൗട്ട് കഴിഞ്ഞു, ബൈസെപ്സിനും ട്രൈസെപ്സിനും. അടുത്ത നമ്മൾ ബൈസെപ്സിൻ്റെ പ്രീച്ചർ കള്ള് അടിക്കാൻ പോകുന്നു. ബാ, ലെറ്റ്സ് ഗോ. സ്പിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി ട്രൈസെപ്സിൻ്റെ 1 ഹാൻഡ് ഡംബൽ എക്സ്റ്റൻഷൻ അടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. 3 സെറ്റ്. ലെറ്റ്സ് ഗോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 3, 4, 5, 6, 7, 8, 9, 10. Let's go for the final set. 17.5 kg. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Let me see. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Easy.
എപ്പോഴും നമ്മൾ ഓവർ ഹെഡിലെ ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട്. നമ്മളെ ട്രൈസെപ്സ് ഗ്രോ ആവാനിലെ ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷനാണ്. ഡംബൽ ആയിക്കോട്ടെ, ബാർ ആയിക്കോട്ടെ, കേബിൾ ആയിക്കോട്ടെ, മാക്സിമം ഓവർ ഹെഡ് ട്രെയിൻ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നല്ല സൈസ് കയറും ട്രൈസെപ്സ്. നമുക്കെല്ലാവർക്കും നല്ല സൈസല്ലേ വേണ്ടത്. ഓക്കെ, സോ അടുത്ത ബൈസെപ്സിൻ്റെ നെക്സ്റ്റ് കോൺസെൻട്രേഷനിലേക്ക് പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു ട്രൈസെപ്സിൻ്റെ ഒരു വർക്കൗട്ടും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വെയ്റ്റ്സ് യൂസ് ചെയ്യാൻ, നല്ല ഫോം ക്രിയേറ്റ് ചെയ്യാം. ഹെവി വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ഫോം കറക്റ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ഗെയിമിൽ കാര്യമില്ല. അപ്പോൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് എടുക്കാം. ഫുൾ സ്ട്രെച്ചിലടിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഫോം. വെരി സ്ലോ ആയിട്ട് അടിക്കേണ്ട കേട്ടോ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ വേർഡ് തന്നെ ഉണ്ട്. വെരി സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. 6, 7, 8, 9, 10, 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വെരി സ്ലോ ആയിട്ട് അടിക്കാം, കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ആയിട്ട് അടിച്ചാൽ മാത്രമേ കോൺസെൻട്രേഷൻ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നല്ല കറക്റ്റ് ഫോമിൽ ചെയ്യുക. കോൺസെൻട്രേഷൻ എല്ലാ ബൈസെപ്പ് വർക്കൗട്ടിലും മസ്റ്റായിട്ട് ലാസ്റ്റ് സെറ്റായിട്ട് ചെയ്യാം. 3, 4, 5, 7, 8, 9, 10. 1, 2, 3, 5, 6, 8, 9. 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഗൈസ്, നമുക്ക് ട്രൈസെപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് കിക്ക് ബാക്കിലേക്ക് പോവാം. ഓക്കെ, കിക്ക് ബാക്കിൽ ഹൈറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് വെയിറ്റും അതേപോലെ നോർമൽ വെയിറ്റിൽ ചെയ്യുക, കറക്റ്റ് ഫോമിൽ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. Two. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2. ഓക്കെ, സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. ഒരു പൊടിക്ക് വെയിറ്റ് കൂട്ടാം. ലെറ്റ്സ് ഡു 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
അപ്പോൾ കഴിച്ച് നമ്മളെ വർക്കൗട്ട് വീഡിയോ കഴിഞ്ഞു. ഇനി നല്ല അത്യാവശ്യം നല്ല ബൈസെപ്സ് ട്രൈസെപ്സ് നല്ല പമ്പായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പോസിങ് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ 4 ഗെയിമാണ് ബൈസെപ്സിനും ട്രൈസെപ്സിനും കൊടുത്തത്. 4 കൂടുതൽ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നല്ല ലേറ്റായി. അപ്പോൾ നമുക്ക് 4 ട്രൈസെപ്സിനും 4 ബൈസെപ്സിനും കൊടുത്തിട്ടുണ്ട്. പൊതുവെ നോർമലി കൊടുക്കുന്ന ആ ഒരു പമ്പ് എനിക്ക് കിട്ടിയില്ല ആക്ച്വലി. അറിയില്ല, ക്ലൈമറ്റ് കൊണ്ടാണോ, ടെമ്പറേച്ചർ ഭയങ്കര ചൂടാണ് പുറത്താവുകൊണ്ട് ബോഡി ഭയങ്കര ടയേർഡ്. അപ്പോൾ നമുക്കിനി പോസിങ്ങിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വർക്കൗട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ, സീ യു.